ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ടും വാട്സാപ്പിലും നമ്മൾ യൂട്യൂബിലും ഒക്കെ ചോദിച്ച ഈ ഒരു റെസിപ്പീനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ എനിക്ക് ഇതിൻ്റെ ഓർഡർ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾക്ക് വീഡിയോസ് എടുക്കാനുള്ള ടൈം തന്നെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഇട്ട വീഡിയോ ആണ് കേട്ടോ. അതൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും ഉണ്ടാക്കുന്നത്. അതേ സെയിം ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നത്തെ കുറച്ച് സ്നാക്കും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് അവൾക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു റിവ്യൂവും കൂടി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്താം. ഫസ്റ്റ് ഉൾപ്പെടുത്തിയാൽ പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകുമല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു റിവ്യൂവും കൂടി കേൾക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വോയിസ് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കിളിക്കൂട് എന്ന് പറഞ്ഞ സ്നാക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് പുറമേക്ക് മുട്ട വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുട്ടയും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ സ്നാക്കിൽ സെയിൽ ചെയ്യുന്ന ആൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തോളൂ. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ബോക്സിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഒരു ബോക്സ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല നാരോട് കൂടിയിട്ടുള്ള പാനിൽ ഉണ്ടാക്കുന്ന കൽത്തപ്പമാണ്. ഇത് നമുക്ക് പാനിലും ഉണ്ടാക്കാം, നമുക്ക് കുക്കറിലും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ആരും കൽത്തപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് പറയില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വേഗം സേവ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഒരുപാട് ടിപ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരി നന്നായി കഴുകിയ ശേഷം കുതിർത്ത് വെച്ചതാണ്. 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി ഇത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയ ശേഷം നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അധികം ഉണ്ടാക്കുന്നത് കണ്ടത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ്. അരിപ്പൊടിനേക്കാളും നമ്മൾ ഇതുപോലെ അരി കൊണ്ട് അരച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്ക ഇടുന്നുണ്ട്, 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ സീഡ് മാത്രമായിട്ട് ഇടാം കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ജീരകമെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാനിതിൽ ചേർക്കുന്നില്ല. ഇനി 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 1/2 കപ്പ് കറക്റ്റാണ് കേട്ടോ, അതിൽ അധികം ചേർക്കണമെന്നില്ല. ഇനി ഞാനിവിടെ ശർക്കര എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ചെറിയൊരു സൈസുള്ള ശർക്കരയാണ്. അത് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊട്ടിക്കാത്ത ശർക്കര ആണെങ്കിൽ 3/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പൊട്ടിച്ച് നമ്മൾ പൊടി ആക്കിയിട്ട് അളന്നെടുക്കുന്നെങ്കിൽ 1/2 കപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അരിയെല്ലാം നന്നായി അരച്ചിട്ടുണ്ട്. ഏത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അതൊരു കട്ടയായിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മൾ ചൂടോടെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആയിട്ട് വരും. അതുകൊണ്ട് പെട്ടെന്ന് അത് നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ആളുണ്ടത് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരാൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഒരാൾ ഇങ്ങനെ ഒഴിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് മിക്സാക്കി കിട്ടും. കുഴപ്പമില്ല, കുറച്ച് സമയം എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയാൽ അത് നന്നായിട്ട് യോജിച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഈ ശർക്കര മാത്രമല്ല, അതിൽ കുറച്ച് പഞ്ചസാര ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്നു. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സാക്കിയ ശേഷം സൈഡിലോട്ട് മാറ്റി വെക്കാം.
ഇനി ഇതാ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. അപ്പം അതിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഓയിലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാട്ടോ. ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് അത്ര അധികം ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല ലൈറ്റ് ബ്രൗൺ കളറായ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പാത്രം വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് അടിയിൽ പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്ര ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ച ഉടനെ നമ്മൾ ഇട്ട ആ ഉള്ളിയും ഒക്കെ സൈഡിലോട്ടും നീങ്ങിയിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് നമുക്ക് നടുവിലോട്ട് ഇതുപോലെ വലിച്ച് നടുവ് ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഹോളുള്ള ഒരു അടുപ്പാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയറെല്ലാം പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്ത് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ വെള്ളമെല്ലാം വീണ് അതൊരു സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതൊരു സ്റ്റിക്കി പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്ര ആ ഒരു പെർഫെക്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടത് തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ളമൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ച് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് വരെ നമ്മളിത് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കൽത്തപ്പമാണ്. നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലടിക്ക് പിടിച്ചും ഒക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അധികം ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അത് വരണമെന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല നാരോട് കൂടിയിട്ടുള്ള ഒരു കൽത്തപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ശരിയായില്ല, കൽത്തപ്പം നേരാകുന്നില്ല എന്നുള്ള ആ ഒരു പ്രോബ്ലം തന്നെ ഉണ്ടാവില്ല. എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അളവ് കൂടിക്കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ നടുഭാഗം വേവാത്ത പോലെയും നമുക്ക് വായിലിടുമ്പോൾ ഒട്ടുന്ന ഫീലിംഗ് എല്ലാം ഉണ്ടാവും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസേ, പിന്നെ മാഷാഅല്ലാ നിന്റെ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഞാൻ കൽത്തപ്പം ഉണ്ടാക്കിട്ടോ. നല്ല നന്നായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഉണ്ടാക്കിയാലും എപ്പോഴും ഫ്ലോപ്പായി പോയിരുന്ന സാധനമായിരുന്നു അത്. നന്നായി. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ വലിയ പാനകത്തുള്ള എൻ്റെ മൂടി അതിന് കണക്കല്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് കുക്കർ വിസിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. മാഷാഅല്ലാ നല്ല നന്നായിരുന്നു കുക്കറിൽ വെച്ചത്. പിന്നെ ഞാൻ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ നമ്മൾ ഇത് കറിയൊക്കെ ഉണ്ടാക്കുന്ന സോസ് പാൻ ഉണ്ടാവില്ലേ, അതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ടുണ്ടാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ആ പാന് ചെറിയ പാനായിരുന്നു. ഞാൻ വിചാരിച്ചു അത്ര ഉണ്ടാവുള്ളൂ എന്ന് എഴുതിയിട്ട് ഒഴിച്ചു നോക്കിയത്. അപ്പോൾ അതിൽ കൊള്ളാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, അതിൻ്റെ ഇച്ചിരി മീഡിയിൽ മാത്രമേ ഇച്ചിരി വേണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് എടുത്തുകൊണ്ടാണോ എന്ന് അതെനിക്കറിയില്ല. പക്ഷേ കുക്കറിലെടുത്തത് ഇതും തന്നെ പാനകത്ത് സോസ് പാനകത്ത് വെച്ചത് നല്ല എന്താ പറയുക, ആരെടുത്തൊക്കെ നല്ല മീഡിയിൽ മാത്രം ഇച്ചിരി ഒന്നും കൂടി കുറച്ച് ടൈമും കൂടി കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ഈ സൈഡ് കുത്തി നോക്കിയപ്പോൾ ആയി എന്നൊരു തോന്നലുകൊണ്ട് എടുത്തതാണ്. പിന്നെ മാഷാഅല്ലാ കുക്കറിലുണ്ടാക്കിയത് നല്ല ഉഷാറായിരുന്നു കേട്ടോ. താങ്ക് യുടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൽത്തപ്പായാലും നെയ്യപ്പായാലും ഉണ്ണിപ്പായാലൊക്കെ ശർക്കര ഇട്ടിട്ട് അങ്ങനത്തെ റെസിപ്പികൾ ഉണ്ടാവില്ലേ, അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക എപ്പോൾ നോക്കിയാലും എനിക്ക് ഫ്ലോപ്പായി പോകുമായിരുന്നു. മാഷാഅല്ലാ. താങ്ക് യു.